വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആരൊക്കെയാണ് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നത്, അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ എന്തെല്ലാം സ്കിൽസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പാരാമെഡിക്കൽ കോഴ്സ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ടോപ്പ് 5 പാരാമെഡിക്കൽ കോഴ്സസ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത് പോയി കാണുക. മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നത്, എന്ത് എലിജിബിലിറ്റിയാണ് നിങ്ങളെ പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കാൻ പ്രാപ്തരാക്കുന്നത്. വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് കോഴ്സാണ് പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഫീൽഡിലെ അലൈഡ് ഹെൽത്ത് സയൻസിലെ ടെക്നീഷ്യൻ കോഴ്സാണ് പാരാമെഡിക്കൽ കോഴ്സ്. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സ് എന്താണെന്നുള്ളതും അതിൽ ഏതൊക്കെയാണ് ടോപ്പ് 5 ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് കോഴ്സസ് എന്നൊക്കെ ഉള്ളതിനെയൊക്കെ സംബന്ധിച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാരാമെഡിക്കൽ കോഴ്സ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ആരാണ് ശരിക്കും കോഴ്സ് എടുക്കേണ്ടത്? നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് വരണം, എന്നാൽ MBBS BDS തുടങ്ങിയ കോഴ്സിനൊന്നും പോകാൻ താല്പര്യമില്ല. അങ്ങനെയുള്ളവർക്ക് പറ്റിയ കോഴ്സാണ് പാരാമെഡിക്കൽ കോഴ്സ്. ഇവിടെ ഒരുപാട് കോഴ്സുകളുണ്ട്, അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസും കൂടുതലാണ്. നിങ്ങൾക്ക് ഡിഗ്രിയായും ഡിപ്ലോമയായും പാരാമെഡിക്കൽ കോഴ്സസ് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഡിഗ്രി തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളല്ല, മറ്റു കോഴ്സുകളാണ് പഠിച്ചത്, അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട. ഈ കോഴ്സിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ചെയ്തുകൊണ്ട് ഡിഗ്രി നേടി പാരാമെഡിക്കൽ കോഴ്സിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. പാരാമെഡിക്കൽ കോഴ്സിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി എടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ +2 സയൻസ് സബ്ജക്ട്സ് ആയ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിങ്ങൾക്ക് 50% കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ പറയുന്നത് 3 മുതൽ 4 വർഷം വരെയാണ്. പക്ഷെ നിങ്ങൾ ഏത് കോഴ്സാണ് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഡ്യൂറേഷൻ മാറുന്നതാണ്. ഇനി BSc എടുത്തതിന് ശേഷം ഹയർ സ്റ്റഡീസിന് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ MSc നിങ്ങൾക്ക് ചൂസ് ചെയ്യാനാകും. അതിന് നിങ്ങൾക്ക് BScയിൽ ഇതിൻ്റെ റെലവൻറ്റ് ഫീൽഡിൽ 50% കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ സയൻസ് ഫീൽഡിൽ നിന്നുള്ള ഒരാളല്ല എങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് 4 വർഷത്തെ ഡിഗ്രിയും പെർസ്യൂ ചെയ്യാം. പാരാമെഡിക്കൽ കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കുറച്ച് സ്കിൽസ് ഉണ്ടായിരിക്കണം. അതിലൊന്നാണ് പ്രാക്ടിക്കൽ സ്കിൽ, രണ്ടാമത്തേത് ടെക്നിക്കൽ സ്കിൽ. ഇനി ഇതിന് പുറമെ കുറച്ച് സ്കിൽസ് കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ട്. മെഡിക്കൽ നോളജ്, ലാബ് ടെക്നിക്സ്, ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി കെയർ, ഇൻഫെക്ഷൻ കൺട്രോൾ, ഇമാജിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക് സ്കിൽ, OT അസിസ്റ്റൻസ്. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കാനായിട്ട് ആർക്കൊക്കെയാണ് എലിജിബിലിറ്റി ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ എലിജിബിലിറ്റീസ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, എന്തൊക്കെ സ്കിൽസാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നൊക്കെ പറ്റിയിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്കിൽസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രാക്ടിക്കൽ സ്കിൽസും ടെക്നിക്കൽ സ്കിൽസും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേണം. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ സ്കില്ല് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസ് എന്ന് പറയുന്നത് അത്രയും ക്ലിനിക്കൽ എക്സ്പോഷർ നിങ്ങൾക്ക് തരുന്ന ഒരു ക്യാമ്പസ് ആയിരിക്കണം. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഒരു ക്യാമ്പസ് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, അവിടുത്തെ എന്തൊക്കെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് ഒരു വീഡിയോ നമ്മൾ ഇനി ചെയ്യുന്നുണ്ട്. അപ്പോൾ മറക്കാതെ ആ വീഡിയോ കാണുക. ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും ഫ്രീ കരിയർ ഗൈഡൻസിനുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.